കേരളത്തിൽ കനത്ത മഴ ദുരിതം വിതയ്ക്കുമ്പോൾ ഇനിയും അതിശക്ത മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന പ്രവചനങ്ങൾ വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് എന്താണ് പരിഹാരം? ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് എന്നതാണ് ഈ വൈകുന്നേരം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി മുൻ അംഗം ശ്രീമതി KG താര നമ്മളോടൊപ്പം ഉണ്ട് ഈ വൈകുന്നേരം ടെലിഫോൺ ലൈനിൽ. ശ്രീമതി KG താര, ഈ കാലാവസ്ഥാ പ്രവചനത്തിന്റെ കാര്യത്തിൽ കുറെ കൂടി കൃത്യതയോടുകൂടി അത് നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഗവേഷണ സംവിധാനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ വെള്ളക്കെട്ടും അതിനെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങളുമൊക്കെ നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ഭാഗമാവുകയാണല്ലോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് താങ്കളുടെ നോട്ടത്തിൽ? ഇത് ഒന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വളരെ കൃത്യമായിട്ട് ഇപ്പോ പ്രവചിച്ചു കഴിഞ്ഞു. വളരെ ദിവസങ്ങൾക്ക് മുമ്പേ, ആഴ്ചകൾക്ക് മുമ്പേ അവര് പറഞ്ഞു ഈ മഴക്കാലം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മഴക്കാലമാണ് വരുന്നത്. കാരണം വളരെ അത്യപൂർവമായി വരുന്ന ഒരു ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ IOD എന്നുള്ള പ്രതിഭാസവും ലാ നിന എന്ന് പറയുന്ന പ്രതിഭാസവും ഒന്നു ചേർന്ന് വരുന്ന ഒരു മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതീവ ജാഗ്രതയിൽ ഇരിക്കണം എന്നുള്ളത് അവര് കൃത്യമായി പ്രവചിച്ചു. അപ്പൊ നമുക്ക് എവിടെയാണ് പ്രശ്നം? ഒന്ന്, ഇതിനനുസരിച്ച് നമ്മുടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ട്, ഇതിനെപ്പറ്റി ബോധ്യമുള്ള ആളുകളല്ല ഈ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നോക്കൂ. എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ, ഘടകങ്ങളെ അതിനെ ഒരു മുഖവിലേക്ക് എടുക്കാതെയാണ് നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ എത്ര തണ്ണീർത്തടങ്ങൾ ബാക്കി അവശേഷിക്കുന്നുണ്ട്, എത്ര വെറ്റ്ലാൻഡ് അവശേഷിക്കുന്നുണ്ട്, എത്ര പാടങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാടങ്ങൾ അടച്ചു പോകുമ്പോൾ, സ്വാഭാവിക ജലനിർഗമന മാർഗങ്ങൾ അടച്ചുകൊണ്ട് വലിയ നിർമ്മിതികൾ വരുമ്പോൾ, ഓപ്പറേഷൻ അനന്ത നമ്മൾ വളരെ കൊട്ടിഘോഷിച്ച് നമ്മൾ നടത്തിയ എല്ലാ സ്വാഭാവിക നീർച്ചാലുകളും നമ്മൾ വീണ്ടെടുക്കും എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് തുടങ്ങിയതാണ്. അത് പകുതി വഴിക്ക് അത് നിന്നുപോയി. അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ കൊച്ചിയില്. ഈ എല്ലാ ഡ്രെയിനേജിന്റെയും, അതായത് നീർച്ചാലുകളുടെയും ഒക്കെ മാപ്പ് തയ്യാറാക്കി നമ്മൾ അത് തയ്യാറാക്കുന്ന 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇത് എവിടെയാണ് ഈ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്കിങ്ങനെ കണ്ണുമടച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഗാഡ്ഗിലിനെ എല്ലാരും കൂടി അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നല്ലോ. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ വേണ്ടാന്നല്ല, അതിന് കരുതൽ വേണം. ആ കരുതൽ നമ്മൾ എവിടെയോ കൊണ്ട് കളഞ്ഞു. അതാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഇപ്പോ ഈ ടെക്നോ പാർക്കില് വെള്ളം നമ്മൾ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലാണ്, ഈ 2019 മുതലാണ് അവിടെ വെള്ളം കയറിയത്. എന്തുകൊണ്ടാണ് വെള്ളം കയറുന്നത്? അവിടെ ഈ പാടങ്ങളായിരുന്ന സ്ഥലത്താണ് പിന്നെ ഈ നിർമ്മിതികൾ ഫേസ് 3 മൂന്നാമത്തെ ഘട്ടം നിർമ്മിതി വരുന്നത്. അവിടെ ഈ പാടം നികത്തിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ കരുതലോടുകൂടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 4 വശത്തുനിന്നും ചുറ്റപ്പെട്ട ഒരു ആക്രമണത്തിൽ പെട്ടുപോകുന്നത് പോലെയാണ്. ഇപ്പുറത്ത് കടല്, അപ്പുറത്ത് മല, നമ്മൾ ഇതിന്റെ ഇടയിൽ പെട്ടുപോയിരിക്കുക. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് അധികാരികളെ കണ്ണു തുറന്ന് കേൾക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്നൊരു പരിഹാരം സാധ്യമല്ല എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, പെട്ടെന്ന് പരിഹാരം സാധ്യമാണ്. ഇപ്പോ എവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന മലയോര പ്രദേശങ്ങളില് നീർച്ചാലുകൾ എവിടെയൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു വളരെ ക്വിക്ക് ഒരു സർവേ നടത്താൻ, അതായത് എവിടെയെങ്കിലും ഇത് തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ നമുക്കത് തുറന്നു വിടാൻ സാധിക്കും. മല അടിവാരത്ത് എപ്പോഴും ഒരു ഡ്രെയിനേജിന്റെ സംവിധാനം വേണം. അതായത് ഈ മലയിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളമുണ്ടല്ലോ, അതിന് ഒഴുകിപ്പോകാൻ ഒരു ഡ്രെയിനേജ് മല അടിവാരത്തിൽ ഇല്ലെങ്കിൽ, അതിപ്പോ നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ ആ മലയടിവാരത്ത് ഈ ഡ്രെയിനേജ് ഒരു ചാനൽ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം നമുക്ക് ആദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാലേ ആ മല കുറച്ചെങ്കിലും സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന എവിടെയെങ്കിലും പ്രദേശങ്ങളുണ്ടെങ്കിൽ, മലമ്പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ വെള്ളത്തിനെ ഒഴുക്കിക്കളയാനായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. അതാത് പ്രാദേശിക ഭരണകൂടങ്ങൾ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അവർക്ക് ഈ 1-2 ദിവസത്തിനാണ്. ഇപ്പം മഴ ഒന്ന് തോർന്നു നിൽക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ മഴ ഒന്ന് തോർന്നു നിൽക്കുന്നു. അത്തരം
ഇടവേളകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച് ശരി. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ശരി, ഏതായാലും വളരെയധികം നന്ദി ശ്രീമതി KG താര, താങ്കൾ പ്രതികരിക്കാൻ എത്തിയതിന്, ശ്രീ CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.